നമസ്കാരം. പരമരഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പള്ളിപ്പാട്ട് പോലെ പാടാമോ? എന്താണെന്നല്ലേ പറയാം. സംസ്ഥാന ഇന്റലിജൻസ് അഥവാ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന്റെ സ്വന്തം രഹസ്യ പോലീസാണ്. കേരള പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ട് ഭാഗമാണ്. ഒന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്. ഇത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. എന്ത് വിവരവും അന്വേഷിച്ച് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുക എന്നതാണ് ഈ ബ്രാഞ്ചിന്റെ ചുമതല. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് ഓഫീസ്. ഒരു ഡിവൈഎസ്പി ആകും തലവൻ. അടുത്തത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. സർക്കാർ നേരിട്ട് നയിക്കുന്ന ഇന്റലിജൻസ് വിഭാഗമാണ് ഇത്. സർക്കാരിന്റെ പ്രതികരണങ്ങളെല്ലാം SSB റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. സർക്കാരിന്റെ സ്വന്തം രഹസ്യ പോലീസാണ് ഇത്. മുഖ്യമന്ത്രിക്കടക്കം നിർണായക വിവരങ്ങൾ എടുത്തു നൽകുന്നത് ഇന്റലിജൻസ് ആണ്. സർക്കാരിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് നയിക്കുന്നതിൽ മുഖ്യ പങ്കും SSB ആണ് വഹിക്കുന്നത്. ഇതിന് ലോക്കൽ പോലീസുമായി ബന്ധമില്ല. അതാത് ജില്ലകളിലെ ഇന്റലിജൻസ് ഡിവൈഎസ്പിമാർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റലിജൻസ് ഡിപ്പോയ്ക്കോ മേധാവിക്കോ മുൻപാകെയാണ്. ജനങ്ങൾക്കിടയിൽ അതീവ രഹസ്യമായിട്ടാണ് ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത്. ഫീൽഡ് ഉദ്യോഗസ്ഥനെ പൊതുജനങ്ങൾ തിരിച്ചറിയാൻ പാടില്ല. രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കണം. സ്വന്തമായി ഓഫീസ് ഉണ്ടെങ്കിലും അതെവിടെയാണെന്ന് മറ്റാരും അറിയാൻ പാടില്ല. വാഹനത്തിൽ പോലീസ് സ്റ്റിക്കറുകൾ ഒന്നും ഉണ്ടാകില്ല. ഓഫീസ് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ആളൊഴിഞ്ഞ മൂലയിലാകും. ഇങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന കാര്യം ആർക്കും അറിവ് പോലും ഉണ്ടാകില്ല. അങ്ങനെ പരമരഹസ്യമായി പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് സംവിധാനത്തെ പാട്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. പത്തനംതിട്ടയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റ് മന്ദിരം ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനം നാലാൾ അറിയെ നടത്താനാണ് ഒരുങ്ങുന്നത്. സ്ഥലം MLAയും മന്ത്രിയുമായ വീണ ജോർജിന്റെ ഭരണ നേട്ടമായി കൊട്ടിഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ആഘോഷമായി ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പ്രശസ്തി നോക്കുന്നതിനിടെ ഇക്കാര്യം നാട്ടുകാർ അറിയേണ്ടതല്ല എന്നുള്ള കാര്യമൊക്കെ സർക്കാർ മറന്നുപോയി. ജനുവരി 24 രാവിലെ 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. നഗരമധ്യത്തിൽ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ജില്ലാ പോലീസ് ട്രെയിനിംഗ് സെന്ററിനോട് ചേർന്നുള്ള ഭൂമിയിലാണ് ഓഫീസ് നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. രഹസ്യ പോലീസ് സംവിധാനം സർക്കാർ തന്നെ പരസ്യമാക്കുന്നത് കണ്ട് ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണിപ്പോൾ ഇന്റലിജൻസ് വിഭാഗം. ഈ സംവിധാനത്തിന്റെ രഹസ്യാത്മകത പോയാൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളതെന്നാണ് അവരും ചോദിക്കുന്നത്. എന്തായാലും ഭരണ നേട്ടങ്ങൾ PR വർക്കിലൂടെ എത്തിക്കാൻ പാടുപെടുന്ന സർക്കാർ എന്തും ചെയ്യുമെന്നതു തന്നെയാണ് ഇതും തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.